കോവയ്ക്ക കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ റെസിപ്പിയാണ്. ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കോവയ്ക്ക എടുത്ത് നമ്മൾ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക് മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കനത്തിൽ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.